ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി യമുന റാണി അവരുകളാണ്. ഈ ചടങ്ങിൽ പ്രശസ്തരായ നിരവധി വ്യക്തികൾ പങ്കെടുക്കുന്നു. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത യാഥാർത്ഥ്യമാണ്, സത്യമാണ് ഇതിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഇതിന് തുടങ്ങുന്നത് ഒരു ചുമയിൽ നിന്നാണ്, അവസാനിക്കുന്നത് ചായയിൽ. ഇതിനകത്ത് കാട്ടിലകപ്പെട്ടുപോയ ഒരു DGPയുടെ കഥയും ഒക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മുന്നിൽ നിന്ന് കൊലയപ്പെട്ട അധ്യാപകന്റെയും മക്കളുടെ മുന്നിൽ വെച്ച് കൊലയപ്പെട്ട അച്ഛന്റെയും തിരുവോണ നാളിലെ ഭീകരമായ ഒരു ആക്രമണവും ഒക്കെ അടങ്ങുന്നതാണ് ഈ പുസ്തകം. അത് ഈ നാടിന്റെ ഒരു കാലത്തെ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പുസ്തകം. ഇതിനകത്ത് ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ കടന്നു വരുന്നുണ്ട്, അവരുടെ ചുവടുമാറ്റങ്ങൾ കടന്നു വരുന്നുണ്ട്, സാധാരണ മനുഷ്യന്മാരുടെ വിലാപങ്ങൾ ഇതിനകത്ത്, മോർച്ചറിയുടെ ചിത്രം, യഥാർത്ഥ ചിത്രമുണ്ട് മോർച്ചറിയുടെ. അങ്ങനെ എന്ത് വേണ്ട ആ കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ചതും കണ്ടതും ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു വിവരണമാണ് ഈ പുസ്തകം. ഇതിന് ഇംഗ്ലീഷ് പതിപ്പ് ഇംപ്രിന്റ് പബ്ലിക്കേഷൻ നടത്തുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് അൺക്ലൈംഡ് മംഗൾസൂത്ര എന്നാണ്. അത് ഏറ്റുവാങ്ങുന്നത് ദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ മൈക്കിൾ വെട്ടിക്കാട്ട് ആണ്. ഈ പ്രകാശന ചടങ്ങിൽ ബഹുമാനായ പി ജയരാജനുണ്ട്, പ്രവീൺ മോഹൻ ഉണ്ട്, BJPയുടെ മുൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട CK പത്മനാഭനുണ്ട്, പോണ്ടിച്ചേരി മന്ത്രിയായിരുന്ന ശ്രീ വത്സരാജ് സാറുണ്ട്, ഇന്ദിര മാഡം പങ്കെടുക്കുന്നുണ്ട്, ഇന്തോനേഷ്യൻ മലയാളി സമാജം പ്രസിഡന്റ് ബെന്നി മാത്യു ആലപ്പള്ളി പങ്കെടുക്കുന്നു.